ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു E70 വ്ളോഗ്സ് ഇൻ ഫാമിലി. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞങ്ങൾ കുറച്ച് പള്ളികൾ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇതുവരെയും കയറാത്ത 2-3 പള്ളികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണമെന്ന് ഇച്ചി വരുമ്പോഴാട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുക. അപ്പോൾ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 2-3 പള്ളികൾ ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് പോയി കാണണമെന്നുള്ളത്. ദാ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഇത് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ പള്ളിയിൽ പോയി. നല്ല എന്താ പറയുക, അധികം തിരക്കൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ ദാ ഇങ്ങനെ പേപ്പറും പേനയും പിന്നെ ദാ നമുക്ക് പ്രാർത്ഥനാ കാർഡും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപേക്ഷ എഴുതണമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് എഴുതാം, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ്. പ്രാർത്ഥനയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും നമ്മളുടേതായ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിന്നെ ദാ ഞങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. നമ്മൾ പള്ളിയുടെ സൈഡ് ഡോർ വഴിയാണ് കയറിയത്. അപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ പള്ളി ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു പള്ളി കേട്ടോ. ഞാനപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് നല്ല തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നാണ്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാ ഇങ്ങനെയാട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ വ്യൂ വരുന്നത്. ഈ പള്ളി വരുന്നത് തൃശ്ശൂർ തന്നെയാട്ടോ. തൃശ്ശൂർ മാള, കൂഴൂർ, തുമ്പരശ്ശേരിയിലാട്ടോ ഈ ചർച്ച് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാ ലൊക്കേഷനും സിമ്പിളായിട്ട് യൂട്യൂബിൽ കിട്ടൂലേ. അപ്പോൾ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാട്ടോ ഇവിടെ എത്തിയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് ദൂരത്തിൽ നമുക്ക് ഔസേപ്പിതാവ് ഉറങ്ങുന്ന ഒരു പള്ളി കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ പള്ളിയുടെ ലൊക്കേഷൻ വരുന്നത് കാക്കുളശ്ശേരി എന്നാട്ടോ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളിതാ പള്ളിയിലേക്ക് കയറി. ഇവിടെയും ഒട്ടും തിരക്കില്ലാത്തൊരു പള്ളിയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഔസേപ്പിതാവ് ഉറങ്ങുന്ന ഈ രൂപത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ടതാട്ടോ ഈ പള്ളിയുടെ കുറിച്ച്. അപ്പോൾ നമ്മളുടെ അടുത്തല്ലേ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുമല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ പള്ളിയിലൊന്ന് പോകണമെന്ന്. എനിക്കിങ്ങനെ ഔസേപ്പിതാവ് ഉറങ്ങുന്ന ആ രൂപവും പിന്നെ അതിൻ്റെ പ്രാർത്ഥന ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താട്ടോ ഞങ്ങൾ മെയിനായിട്ട് ആ പള്ളിയിൽ കയറിയത്. എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടോ ആ രൂപത്തോട്. നമുക്ക് ഇങ്ങനെ നമ്മളുടെ അപ്പച്ചനെയൊക്കെ ഓർമ്മ വന്നു. എനിക്ക് അങ്ങനെയാട്ടോ ഔസേപ്പിതാവിനെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെയാണ് ഓർക്കാറ്. രൂപം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഉള്ളിതാ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടാറില്ലല്ലോ. അപ്പോൾ ആരും ഇല്ല. നല്ല സമാധാനമായിട്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങളിതാ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് അങ്കമാലിയിലാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാട്ടോ ആൻറ്റിയുടെ വീട് വരുന്നത്. അവിടെ നിന്ന് അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു 1 hour ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്കമാലി പോകുന്നതുകൊണ്ട് ദാ കൊരട്ടിപ്പള്ളിയിൽ ഒന്ന് കയറി. ഇവിടെയും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും നല്ല തിരക്കാണ് പള്ളിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അറിയാൻ പറ്റും. പോകുമ്പോഴാട്ടോ ഇവിടെ നേർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ അതാ നമുക്ക് കാണിക്കയായിട്ട് സമർപ്പിക്കാം. അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. പിന്നെ നമുക്ക് തുലാഭാരം നടത്താം കേട്ടോ. നമ്മളുടെ വെയിറ്റ് അനുസരിച്ച് തുലാഭാരം നടത്താം. അപ്പോൾ ദാ വാവേനെ ഞാൻ തുലാഭാരം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അവൻ ഇരിക്കാനായിട്ട് കുറച്ച് പേടിയായിട്ടോ, ത്ലാശ് ആയതുകൊണ്ട് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും കൂടി ഇതാ ഇരുന്നു. ഞങ്ങളിതാ തുലാഭാരം നടത്തിയിട്ടോ. നേർച്ച നടത്താനായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ പൂവമ്പഴം തരും കേട്ടോ. ഇനി അതല്ല നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ദാ തുലാഭാരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ പ്രാർത്ഥനാ കാർഡും പിന്നെ അതിൽ നിന്ന് 2 പഴവും നമുക്ക് തരും കേട്ടോ നേർച്ചയായിട്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ചാട്ടോ അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കിലോ പഴത്തിന് 25 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാ 2 സൈഡിൽ കൂടെ നമുക്ക് പള്ളിയിലേക്ക് കയറാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.